അകാലത്തിൽ വിട പറഞ്ഞ ചിത്രകാരനായ മകന്റെ ഓർമ്മയ്ക്കായി കണ്ണൂർ നഗരത്തിലെ നടപ്പാതയുടെ അരികിൽ ചിത്രച്ചുമർ ഒരുക്കി ഒരമ്മ. പയ്യന്നൂർ മാത്തിൽ സ്വദേശിനിയായ കരുണാദാസാണ് മകൻ അർജുൻ കെ ദാസിന്റെ ഓർമ്മകൾ നിറച്ചുകൊണ്ട് ചുമരുകളെ നിറങ്ങളിൽ മുക്കിയത്. ചിത്രകാരനാകാൻ ആഗ്രഹിച്ച് പാതിവഴിയിൽ പൊലിഞ്ഞുപോയ മകന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഓട്ടത്തിലാണ് കരുണാദാസ്. അമ്മയുടെ കണ്ണീരോർമ്മയായി മാറിയ മകനുള്ള പിറന്നാൾ സമ്മാനം കൂടിയാണിത്. എഴുത്തുകാരൻ ടി പത്മനാഭനാണ് അർജുന്റെ പിറന്നാൾ ദിനമായ മെയ് 2-ന് ചിത്രച്ചുമർ ഉദ്ഘാടനം ചെയ്തത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ കവാടത്തിന് സമീപമുള്ള പോലീസ് സൊസൈറ്റി ഹാളിന് ഓരത്തുള്ള നടപ്പാതയുടെ ചുമരിലാണ് 50 മീറ്റർ ക്യാൻവാസ് ഒരുക്കി ചിത്രച്ചുമർ ഒരുക്കിയത്. പ്രമുഖ ചിത്രകാരന്മാർ ഒരുക്കിയ അർജുൻ കെ ദാസിന്റെ 2 മുഖചിത്രങ്ങളും കണ്ണൂരിന്റെ ചരിത്രം വിളിച്ചോതുന്ന സെന്റ് ആഞ്ചലോ കോട്ടയും അറയ്ക്കൽ കൊട്ടാരവും തെയ്യങ്ങളും പറശ്ശിനി മടപ്പുര മുത്തപ്പൻ ക്ഷേത്രവും ഏഴിമലയടക്കമുള്ള ദൃശ്യാവിഷ്കാരങ്ങളാണ് ചിത്രച്ചുമരിലുള്ളത്. അധ്യാപികയായ കരുണാദാസിന്റെയും ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനായ മോഹൻദാസിന്റെയും മൂത്ത മകനായ അർജുൻ 2015-ലാണ് വിട പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. ചിത്രകലാ പരിശീലനത്തിനായി ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിന് സിക്കിമിലെത്തിയപ്പോൾ തീസ്ത നദിയിൽ മുങ്ങിമരിക്കുകയായിരുന്നു. മകന്റെ അപ്രതീക്ഷിത വിയോഗം മാനസികമായി തളർത്തിയിരുന്നുവെങ്കിലും അർജുൻ സഞ്ചരിച്ച വർണ്ണങ്ങളുടെ ലോകത്തേക്ക് പോയി മകനെ വീണ്ടെടുക്കുകയായിരുന്നു കരുണാദാസ്. അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് വിശ്വാസം. അവനുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് അവനില്ലെങ്കിലും ഞാനത് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഒരു സന്ദേശം, കാരണം നമ്മൾക്ക് തളർന്നു പോകാൻ വേഗം പറ്റും, പക്ഷേ തളർച്ചയിൽ നിന്നും ഒന്ന് വെറുതെ എഴുന്നേൽക്കലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനും കൂടിയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റും എന്നുള്ളത്, അതുപോലെ തന്നെ സമൂഹത്തിനും ഈ ഒരു നല്ലൊരു സ്പേസാണ് നമുക്ക് കിട്ടിയത്. കമ്മീഷണറായിട്ട് നമ്മൾ അലോഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്ക് നല്ലൊരു മനോഹരമായ മതിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷമുണ്ട്. അപ്പോൾ കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇതിലേ പോകുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. കുഞ്ഞുനാൾ മുതൽ അർജുൻ വരച്ച 25-ൽ പരം ചിത്രങ്ങൾ കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചായിരുന്നു തുടക്കം. പിന്നീട് ഒട്ടേറെ പരിപാടികൾ മകന്റെ ഓർമ്മയ്ക്കായി നടത്തി. മകന്റെ പിറന്നാൾ ദിനത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ചിത്രച്ചുമരുകൾ ഉണ്ടാക്കി. ചുമർ ചിത്രരചന ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അർജുൻ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ചുമർ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2015-ൽ കോഴിക്കോട് നഗരത്തിലെ പാർക്കിൽ അർജുൻ വരച്ച സിറ്റി ഓഫ് സ്പൈസ് എന്ന വാസ്കോഡ ഗാമയുടെ കാരിക്കേച്ചർ ഏറെ ശ്രദ്ധേയമായിരുന്നു. രാജ്യം മുഴുവൻ ഒരു നാടോടിയെ പോലെ സഞ്ചരിച്ച് തെരുവുകളിൽ സാധാരണ മനുഷ്യർക്ക് ആസ്വദിക്കുന്നതിനാണ് തന്റെ മകൻ ചിത്രങ്ങൾ വരച്ചത്. ഓരോ സ്ഥലങ്ങളുടെയും ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിഞ്ഞ ചിത്രകാരനായിരുന്നു അർജുൻ എന്നാണ് അമ്മ കരുണാദാസ് പറയുന്നത്. അർജുന്റെ സുഹൃത്തുക്കൾ അവന്റെ സ്മരണയ്ക്കായി കഴിഞ്ഞ വർഷം കോഴിക്കോട് സരോവരം പാർക്കിൽ ചിത്രപ്രദർശനം ഒരുക്കിയിരുന്നു. ആ കരുത്തിലാണ് കരുണാദാസ് കണ്ണൂരിലും അർജുന്റെ സ്മരണയ്ക്കായി ചിത്രച്ചുമർ ഒരുക്കിയത്. കണ്ണൂർ നഗരത്തിലെ തെരുവിലെ ചുമരിൽ അവന്റെ അമ്മ വരച്ചു ചേർത്തത് വെറും വർണ്ണചിത്രങ്ങൾ മാത്രമല്ല, അർജുന്റെ ചിത്രജീവിതവും അവന്റെ ഓർമ്മകളുമാണ്. സമകാലിക മലയാളം, കണ്ണൂർ.